ഡീസൽ ലോ കിലോമീറ്റർ ഫുൾ ഓൺ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. ഇതൊക്കെ ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം കേട്ടോ. നല്ല മൈലേജ് ഉള്ള വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ഡീസലിൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പോളോ GT ആണ്. ഒറിജിനൽ GT DSG ഗിയർ ബോക്സ് വരുന്നത്. നമ്മൾ 6 മന്ത് ഗ്യാരണ്ടി എടുക്കേണ്ട വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് അഫക്റ്റഡ് ആയുള്ള പിന്നെ കിലോമീറ്റർ തിരിച്ച വണ്ടികളൊന്നും നമ്മൾ ചെയ്യില്ല. 100% ഗ്യാരണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ആണ്. ലോൺ കിട്ടും. ഈ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള. അപ്പൊ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ട്രാക്കിന് നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. 100% ലോൺ ചെയ്ത് കൊടുക്കും. 0 ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. സോ നമുക്ക് ഫുള്ളി കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ്. വീണ്ടും ഫുൾ ഉള്ള ഒരു വണ്ടിയാണ്. അടുത്തത് നിസാന്റെ മാഗ്നറ്റ് ആണ്. അത് നമുക്കൊരു സബോമീറ്റർ SUV ആണ്. അത്യാവശ്യം നല്ല കംഫർട്ട്, അതേപോലെ തന്നെ ലോ പ്രൈസിൽ നമുക്കൊരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് 2019 മോഡലാണ്. സെക്കൻഡ് ഓണറിൽ 88,000 കിലോമീറ്റർ ഓടിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. നിലവിൽ നമുക്ക് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ഡിയർ ഫ്രണ്ട്സ് ക്വാളിറ്റി ഉള്ള മോഡൽ കൂടിയ നല്ല കിടിലം കാറുകൾ നോക്കുന്നവർക്ക് നമുക്ക് ഹൈ ക്വാളിറ്റിയും അതേപോലെ തന്നെ സിംഗിൾ ഓൺഷിപ്പ് ലോ കിലോമീറ്റർ വാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് കാർ ട്രാക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ലേറ്റസ്റ്റ് മോഡലിൽ അത്യാവശ്യം സബോമീറ്റർ SUVകൾ അതേപോലെ തന്നെ ആഷ് ബാക്കുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അതേപോലെ 7 സീറ്റർ കേഡ് കാരൻസ് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുഫീദാണ് കൂടെ ഉള്ളത്. മുഫീക്ക നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവിൽ. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ ഓണിലൊക്കെ വാഹനങ്ങൾ ഉണ്ടല്ലോ അല്ലെ? ഫുൾ ഓണിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മളെ കയ്യിൽ. നമ്മൾ 6 മന്ത് ഗ്യാരണ്ടി എടുക്കേണ്ട വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് അഫക്റ്റഡ് ആയുള്ള പിന്നെ കിലോമീറ്റർ തിരിച്ച വണ്ടികളൊന്നും നമ്മൾ ചെയ്യില്ല. 100% ഗ്യാരണ്ടി. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് മിക്കതും മോഡൽ കൂടിയ വാഹനങ്ങളാണ്. സോ നമുക്ക് കമ്പനി വാറണ്ടി ഒക്കെ നിലവിലുള്ള വാഹനങ്ങളുണ്ട്. കമ്പനി വാറണ്ടിയുള്ള ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ നമ്മളെ കൂടാണ്ട് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഫസ്റ്റ് നമുക്കൊരു പോളോ എന്ന് തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ പോളോയാണ്. പോളോ നമുക്ക് 2 വരുന്നുണ്ട്. റെഡ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇതൊരു കോഫി ബ്രൗൺ ആണ് വരുന്നത്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 ആണ്. ഹൈലൈൻ നിറ വേരിയന്റ്. അന്നത്തെ ഏറ്റവും ടോപ്പ് വേരിയന്റ്, ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. 2 സൈഡ് എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്. അഡീഷണൽ ആയിട്ട് നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഫാൻസി നമ്പർ ആണ്. ഓക്കെ. തിരൂർ ഹൈലൈൻ 2017 ഹൈലൈൻ പ്ലസ് ഇല്ല. ഹൈലൈൻ മാത്രമുള്ള സമയത്തുള്ളതാണ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ആണ്. 88,000 കിലോമീറ്റേഴ്സ് ഓടിക്കുന്നു. നല്ല പെർഫോമൻസ് കാര്യങ്ങൾ കൂടെ തന്നെ നമുക്ക് ഫുൾ A to Z കമ്പനി ഹിസ്റ്ററി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള ഒരു വാഹനമാണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,65,000. 5,65,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയുടെ ഡൗൺ പേയ്മെന്റിലൊക്കെ വാഹനം ഇറക്കാൻ പറ്റും? 5 ലക്ഷം ഒക്കെ ഉണ്ട്. ബാക്കി നമുക്ക് എന്തെങ്കിലും 10 രൂപ വേണ്ടി സുഖമായിട്ട് നമുക്ക് വാഹനം ഇറക്കാം. ദെൻ നമുക്ക് ലാസ്റ്റുള്ള ഏറ്റവും ഹോൾസെല്ലിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ടാറ്റ പഞ്ച്. അതും വൈറ്റ് ഫിനിഷിംഗിലുള്ള വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡലാണ്. 27,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ 1.2 മാനുവൽ ആണ് വരുന്നത്. ഇതിന്റെ വേരിയന്റ് നോക്കുകയാണെങ്കിൽ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ്, അതായത് ടോപ്പ് വേരിയന്റ് തൊട്ട് താഴെയുള്ള. അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ്. ഫുൾ ഓപ്ഷനിൽ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റൂഫ് റെയിൽ ഉണ്ടാവില്ല. റിവേഴ്സ് വൈപ്പർ ഉണ്ടാവില്ല. പിന്നെ ഇതിനുള്ളിലുള്ള ഒരു സ്ക്രീൻ കുറയും. ബാക്കിയൊക്കെ സെയിം ഫീച്ചേഴ്സ് ആണ്. എല്ലാ മറ്റൊരു അട്രാക്ഷൻ തന്നെ അതിന്റെ ഡോസ് 90 ഡിഗ്രി വരെ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് അതായത് ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഇത് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. കമ്പനി അർമന്റെ മ്യൂസിക് സിസ്റ്റം ആണ്. അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്. SUV ഓടിക്കുന്ന ഒരു ഫീൽ തരുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന വാഹനമാണ്. വെറും 27,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനം. പെട്രോൾ അല്ലെ? മോഡൽ 24. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് 6,75,000 ആണ് ഇതിന്റെ പ്രൈസ്. 6,75 ആണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ലോൺ കിട്ടും? ഈ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള. ഓക്കെ. അപ്പൊ ലോ കിലോമീറ്ററുടെ വണ്ടിയാണ്. ട്രാക്കിന് നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. ഡോൾ ടൂണില് ബ്ലൂ ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു അടിപൊളി വാഹനം ഉണ്ട്. കേരളയുടെ പാലക്കാട് രജിസ്ട്രേഷൻ ആണ്. വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2021 മോഡൽ 22 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓക്കെ. ഇതും സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. അല്ലാതെ സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാർമന്റെ മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ്പയുടെ സ്റ്റാർട്ടിങ്, അതേപോലെ ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ. അത് റിയർ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് ആണ് വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്ന് 2021-22 ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വേരിയന്റ് ക്രിയേറ്റീവ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരുന്നത് ഡുവൽ ടോൺ ആണ് വരുന്നത്. ഇത് 55,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 6,40,000 രൂപ നമ്മളോട് ചോദിക്കുന്നത്. എലിജിബിൾ കസ്റ്റമേഴ്സിന് ഇത് നമുക്ക് 100% ലോൺ ചെയ്ത് കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. സോ നമുക്ക് ഫുള്ളി
കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ്. വീണ്ടും ഫുൾ ഓൺ ഒരു വണ്ടിയാണ്. അടുത്തത് നിസാന്റെ മാഗ്നറ്റ് ആണ്. അത് ഒരു സബോമീറ്റർ SUV ആണ്. അത്യാവശ്യം നല്ല കംഫർട്ട്, അതേപോലെ തന്നെ ലോ പ്രൈസിൽ നമുക്കൊരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലാണ്. XL എന്ന് പറഞ്ഞ വേരിയന്റിൽ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് നല്ല കംഫർട്ടും ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. കമ്പനി സർവീസ് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു SUV ഇത്ര വലിയൊരു വാഹനം വേറെ ബ്രാൻഡിന്റെ ഒന്നും കിട്ടൂല. ഓക്കെ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് ആണ്. 2021 മോഡൽ. ഇതിന് നമ്മളോട് ചോദിക്കുന്ന പ്രൈസ് 5,60,500 രൂപയാണ്. ഇത് എലിജിബിൾ കസ്റ്റമേഴ്സിന് നമുക്ക് 100% ലോൺ ചെയ്യാം. ലോണാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മളെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് അതേപോലെ തന്നെ ഏറ്റവും ജനപ്രിയ ഒരു മോഡലാണ്. 4 സിലിണ്ടറിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ആണ്. ഡീസലും ആണ് അല്ലെ. സോ നമുക്ക് ഡെയിലി യൂസിന് ചൂസ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഡീസൽ വാഹനം ഏകദേശം നമുക്ക് 22 നമുക്ക് മൈലേജ് ലോങ് ഡ്രൈവിൽ കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 ആണ്. ഡീസൽ മാനുവൽ VDI എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 70 സംതിങ് ഓടിക്കുന്നു. 72,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഫുള്ള് കമ്പനി സർവീസ് ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നല്ല മൈലേജ് ഉള്ള വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇത് നമ്മൾ വില ചോദിക്കുന്നത് 6,20,000 രൂപയാണ്. 6,20,000 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 50,000 60 ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വാഹനം ഇറങ്ങാം. അടുത്ത നമുക്ക് പോളോയുടെ ഒരു പെർഫോമൻസും എന്നാൽ അതേ സേഫ്റ്റിയും കാര്യങ്ങളും എന്നാൽ കൂടുതൽ നമുക്ക് സ്പേഷ്യസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് Volkswagen Ameo. ഇത് 2019 മോഡലാണ്. സെക്കൻഡ് ഓണറിൽ 88,000 കിലോമീറ്റർ ഓടിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സോ DSG ഗിയർ ബോക്സ് ആയിരിക്കും. DSG 1.5 ഇതും വെന്റും ആണ് വരുന്നത്. റയർ ആയിട്ടുള്ള പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. നല്ല സ്പോർട്ടി പെർഫോമൻസ് കാര്യങ്ങൾ കൂടെ തന്നെ നല്ല മൈലേജും പെർഫോമൻസും സേഫ്റ്റിയും നോക്കുന്നവർക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഒരു ബഡ്ജറ്റ് കാർ വേരിയന്റ് വരുന്നത് ഹൈലൈൻ പ്ലസ് ആണ്. അതായത് ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്. അപ്പോൾ നല്ല ഓട്ടോമാറ്റിക്കൽ പെർഫോമൻസിനൊക്കെ പ്രാധാന്യം കൊടുത്ത് വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് മോസ്റ്റ് അണ്ടർ റേറ്റഡ് കാർ തന്നെ പറയാം. ഇതിന്റെ പെർഫോമൻസ് അങ്ങനെ ഈ വണ്ടി ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ പെർഫോമൻസ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് 1.5 ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് DSG 7 സ്പീഡ് ആണ് വരുന്നത്. ഡുവൽ ക്ലച്ച് ആണ് വരുന്നത്. അത്ര കിഡിലൻ വണ്ടിയാണ്. നമ്മൾ പോളോയിലൊന്നും ഓട്ടോമാറ്റിക് ഡീസൽ ഇറങ്ങില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 6,60,000. ഇതും എലിജിബിൾ കസ്റ്റമേഴ്സിന് ഫുൾ ലോൺ തന്നെ ചെയ്യാം. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്യൂട്ട് വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹോണ്ടയുടെ ബ്രിയോ ആണ്. ഡോൾ ടൂൺ ആണ്. നമുക്ക് നല്ല ഒതുങ്ങിയിട്ടുള്ള ഒരു വാഹനം. എന്നാൽ ലേഡീസിനൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനമാണ്. വിത്ത് ഫാൻസി നമ്പറും അത് KEL 11 രജിസ്ട്രേഷൻ. ആഫ്റ്റർ മാർക്കറ്റ് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തൊരു വാഹനമാണ്. അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന ഹോണ്ടയുടെ ബ്രിയോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ ആണ് വരുന്നത്. 1.2 എഞ്ചിനാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4.5 lakhs ആണ്. എലിജിബിൾ കസ്റ്റമേഴ്സിന് ഒരു 50,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫൈനാൻസ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ മെയിനൻസിൽ നല്ലൊരു കംഫർട്ടബിൾ ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ഹൈ ക്വാളിറ്റി ആണ് വണ്ടി. ക്ലൈമും ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി വണ്ടിയാണ്. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടിയില്ല. എഗെയിൻ നമുക്കൊരു 7 സീറ്ററിലായിട്ടാണ് പോകുന്നത്. അതായത് കെയുടെ കാരൻസ് ഒരു നല്ല ഫീച്ചേഴ്സും കൂടെ തന്നെ ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഏറ്റവും അധികം മൈലേജ് കിട്ടുന്ന 7 സീറ്റർ കാർ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയില്ല. ക്രെറ്റയിലും സെൽട്ടോസിനൊക്കെ വരുന്ന സെയിം 1.5 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. സോ നമുക്ക് നല്ല മൈലേജ് കിട്ടും. കൂടെ തന്നെ നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ 7 സീറ്റർ മൈലേജും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം 18-20 ഒക്കെ മൈലേജ് കിട്ടും. 2023 ആണ് വരുന്നത്. പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. ടോപ്പ് വേരിയന്റിന് തൊട്ട് താഴെ സൺറൂഫ് ഉണ്ടാവില്ല എന്നുള്ളൂ. ഡീസലിൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 1.5 ആണ് എഞ്ചിന്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്. 7 സീറ്റർ ആണ്. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതും ഫുൾ ഓൺ കിട്ടും. 13,90,000 ആണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്. ഡീസൽ ലോ കിലോമീറ്റർ ഫുൾ ഓൺ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. അടുത്തൊരു ടാറ്റ ടിയാഗോ എനാജി ആണ്. അത് നമുക്ക് ഡോൾ ടൂൺ ആണ് വരുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത 15 ടയർ ഉണ്ടാവും. പിന്നെ ടിയാഗോയിൽ ഫുൾ ഓപ്ഷനിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. അത് ഇതിൽ വരും. പിന്നെ ഇതിന് ടിയാഗോയിൽ റൂഫ് റെയിൽ ഉണ്ടാവില്ല. ഒരു സ്പോർട്ടി ലുക്ക് ഉണ്ടാവും. പക്ഷെ എഞ്ചിനും എല്ലാ കാര്യങ്ങളും ടിയാഗോ തന്നെയാണ്. വേറൊരു ഡിഫറൻസും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല പെർഫോമൻസും സ്പോർട്ടി ലുക്ക് കൂടെ തന്നെ നമുക്ക് ക്രോസ് ഓവർ ലുക്കാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടും ടിയാഗോനെ കാട്ടി. ഓക്കെ, നല്ല മൈലേജ് സേഫ്റ്റി ഒക്കെ ടിയാഗോന്റെ തന്നെ ഉണ്ട്. 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റുന്നത്? ഇത് 5,45,000. 5,45,000.
ഫുള്ള് ലോൺ ചെയ്യാം, ഗ്യാരണ്ടി. ഇതൊക്കെ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടികളാണ്. ഓക്കെ, അടുത്ത തവണ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. നിലവിൽ നമുക്ക് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് പെട്രോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസും നമുക്ക് നല്ല ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ജൻ സ്വിഫ്റ്റ് ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 VXI മാനുവൽ, സിംഗിൾ ഓണർ ആണ്. ഇത് 20,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ വരുന്നത് 3 സിലിണ്ടർ ആണെങ്കിൽ 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. സീരീസ് ആറിന് എഞ്ചിൽ നല്ല മൈലേജ് ഉള്ള വാനാണ്. ഇത് നമ്മളോട് ചോദിക്കുന്ന പ്രൈസ് 2024 മോഡലാണ്, 6,97,000 രൂപ കേട്ടോ. ഏകദേശം നമുക്ക് ട്രാക്കിന്റെയും മാക്സിമം ലോൺ തന്നെ ചെയ്യാം. അടുത്ത് വീണ്ടും നമുക്കൊരു കിഡ്ലം സ്പോർട്ടി ആയിട്ടുള്ള ഒരു പോളോയാണ്. പോളോ GT ആണ്, ഒറിജിനൽ GT DSG ഗിയർ ബോക്സ് വരുന്നത്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് 1.2 ആണ് വരുന്നത്. 2018 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 90,000 ഓടിക്കുന്നത്. ഓക്കെ, എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇന്ത്യയിലൊക്കെ നല്ല പക്ക സ്പോർട്ടിയാണ്. കുറച്ച് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത ഒരു വണ്ടിയാണ്. പിന്നെ പോളോ GT എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റ്, ഒരു വേരിയന്റ് ഇറങ്ങുന്നുള്ളൂ. സീറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത് കുറെ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് ലോൺ ഇട്ടാൻ ഒരു 1 lakh 1.5 ഒക്കെ ഇനിഷ്യൽ കാണേണ്ടി വരും. പിന്നെ ഇതിന് വില ചോദിക്കുന്നത് 8.5 ലക്ഷമാണ്. അടുത്ത നമ്മൾ നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ്, ഹുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടൺ. സോ നമുക്ക് മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം നല്ല കംഫർട്ടും ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, 1.2 വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാനാണ്. ഇത് വീണ്ടും കൊടുക്കാൻ പറ്റിയ ഒരു ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ ഒരു വാനാണ്. പുതിയ ടയേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന വില 4.5 ലക്ഷമാണ്. 4.5 ലക്ഷം രൂപയാണ്. അത് നമുക്ക് തവണ അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം. 4 ലക്ഷം രൂപ, അതും ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും. അടുത്തൊരു ഡീസൽ ഓട്ടോമാറ്റിക് നല്ലൊരു SUV നോക്കുന്നവർക്ക് ഏറ്റവും ഫുൾ ബ്ലാക്കിൽ വരുന്ന കേയുടെ ഒരു സെൽട്ടോസ് ആണ്. അത് നല്ല വിത്ത് ഫാൻസി നമ്പർ KL11 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2023 ആണ്. ടോർക്ക് കൺവേർട്ടർ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. HTX എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 63,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഒരു ഇതെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വീൽ, സൺറൂഫ്, ക്രൂയിസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 16,95. 16,90 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറങ്ങാൻ പറ്റും? ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം കേട്ടോ. അടുത്ത ഞാനൊരു വൈറ്റ് ഫിനിഷിംഗ് ആണ്, സെൽട്ടോസ് തന്നെയാണ് വരുന്നത്. GT ലൈൻ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. പെട്രോൾ ഓട്ടോമാറ്റിക് 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് GT ലൈൻ ആണ് അല്ലേ? കിലോമീറ്റർ 53,000 ഓടി. GT ലൈൻ ഓട്ടോമാറ്റിക് 7 സ്പീഡ് DCT വരുന്നത്. അത് നമുക്ക് 4 എഞ്ചിൻ ആണ് വരുന്നത്. 360 ക്യാമറ വരും, വെന്റിലേറ്റഡ് സീറ്റ് ആണ്. പിന്നെ സൺറൂഫ്, അലോയ് വീൽ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര നമ്മൾ 15,45. ഇതും എലിജിബിൾ കസ്റ്റമേഴ്സിന് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ്. അത് നമുക്കൊരു എലൈറ്റ് i20 ആണ്. ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ഓടിക്കുന്നു. ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമ്മളിവിടെ ചോദിക്കുന്ന പ്രൈസ് 6 ലക്ഷമാണ്. 63,000 ഓടിയ ആസ്റ്റ എന്ന വേരിയന്റ്, ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുമത്? ഇത് നമുക്ക് ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ഉണ്ട്, ബാക്കി വണ്ടി ഇറക്കാം. ഞാൻ ഒരു കളർ ചേഞ്ച് ആണ്, റെഡ് ഫിനിഷിംഗ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഡീസൽ ആണ്, 2018 ആസ്റ്റ. ഏറ്റവും ടോപ്പ് ലോഡ് ആണ്. ഇതിന്റെ മേലെ ആസ്റ്റ ഓപ്ഷൻ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെയാണ്. 6 എയർ ബാഗ്സ് ഉണ്ടാവില്ല, ബാക്കി ഒരു ഇതെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 58,000 കിലോമീറ്റർ, 58,000 കേട്ടോ, 15,000. 58. അത് നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. അതെ. എത്ര സെക്കൻഡ് ഓണർ എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന് ചോദിക്കുന്നത് 6,90,000. 6,90,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഒരു 6.5 വരെ ഫൈനാൻസ്, 6 വരെ നമുക്ക് 14,000 രൂപ വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ആണ്, 4 സിലിണ്ടറിൽ വരുന്ന റെഡ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 ആണ് മോഡൽ. സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ. ഇന്റീരിയർ ഒക്കെ നല്ല കിഡ്ല ഇന്റീരിയർ ആണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങളാണ് വരുന്നത്. 58,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ ആണ്. എത്ര 5,90,000 ആണ്. എലിജിബിൾ കസ്റ്റമേഴ്സിന് നമുക്ക് 5.5 വരെ ലോൺ ചെയ്തു. 14,000 രൂപയിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അത് വീണ്ടും നമുക്കൊരു ഗ്രാൻഡ് ഐറ്റം തന്നെയാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്, നേരത്തെ റെഡ് ആയിരുന്നു. ഇതേതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 സിംഗിൾ ഓണർ ആണ്, ഫുള്ള് കമ്പനി സർവീസ്. 1,22,000 കിലോമീറ്റർ ഓടിയ മാഗനാണ് വരുന്നത്. പെട്രോൾ 1.2 മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ. ഇത് നമ്മളോട് ചോദിക്കുന്ന പ്രൈസ്
ഇത് നമ്മളോട് ചോദിക്കുന്ന പ്രൈസ് 3,65,000. 365 ഇത് എലിജിബിൾ കസ്റ്റമേഴ്സിന് ഫുൾ ലോണാണ്. ഫുൾ ലോൺ ഒരുപാട് ഫുൾ ലോണുള്ള വാഹനങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെ കയ്യിൽ. നമ്മൾ റീസെന്റ് ആയിട്ട് കേരളത്തിലുള്ള ഏകദേശം തെക്കൻ കേരളത്തിലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് ഫുൾ ലോൺ ഇട്ടിട്ട് നമ്മൾ വണ്ടി അവിടെ ഡെലിവറി കൊടുക്കും ചെയ്തിരിക്കണേ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എടുക്കും ചെയ്തിരിക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാട്ടാക്കിലായിരുന്നു. ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്ക് ഫുൾ ലോണിൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ്. ലോ കിലോമീറ്ററും ഫുൾ ലോണിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീഞ്ചന്ത ബൈപ്പാസിലാണ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസും നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മുഫീദ് സൈനിങ് ഓഫ്.